Good morning. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊഡ്യൂൾ 4ലെ ടോപ്പിക്കായ മോഷൻ ഓഫ് പ്രൊജക്ടൈൽ ആണ്. പ്രൊജക്ടൈൽ മോഷൻ കർവിലീനിയർ ട്രാൻസ്ലേഷന് എക്സാമ്പിൾ ആണ്. പ്രൊജക്ടൈൽ മോഷനിൽ ആദ്യമായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രൊജക്ടൈൽ മോഷനിലെ ടെർമിനോളജിയാണ്. അതായത് പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയസ് ടേംസ്, ഓരോ ടേംസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, so first term എന്ന് പറയുന്നത് projectile. A particle which is projected into space at an angle to the horizontal is called projectile. Horizontal നിന്നും ഒരു particular degree inclined ആയിട്ട് സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിനെയാണ് projectile എന്ന് പറയുന്നത്. Then second term, trajectory. The path traced by the particle or the projectile is called trajectory. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രൊജക്ടൈൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രൊജക്ടൈലിന്റെ പാത്തിനെയാണ് നമ്മൾ ട്രജക്ടറി എന്ന് പറയുന്നത്. Then third term, velocity of projection. The velocity with which the projectile is projected into space is called velocity of projection. അപ്പോൾ നമ്മൾ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിനെയാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Then next term, angle of projection. The angle with the horizontal at which the projectile is projected is called angle of projection. ഹൊറിസോണ്ടലുമായിട്ട് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണോ നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലിൽ നിന്നും എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണോ നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. The next term is time of flight. The interval of time since the projectile is projected and hits the ground is called time of flight. Time of flight എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുതൽ ആ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ്. നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുതൽ, സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് മുതൽ അത് ഗ്രൗണ്ടിന് ഹിറ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. The next term, range. The distance between the point of projection and the point where the projectile strikes the ground is called a range. Range എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റ് മുതൽ പ്രൊജക്ടൈൽ ഗ്രൗണ്ട് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണോ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് മുതൽ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. Okay. So next term is horizontal range. It is the horizontal distance between the point of projection and the point where the horizontal line through the point of projection meets the trajectory. അപ്പോൾ horizontal line എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ പ്രൊജക്ടൈലിന്റെ ട്രജക്ടറിയിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഏത് പോയിന്റിലാണോ മീറ്റ് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റ് മുതൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈനിൽ നിന്നും നമ്മൾ ഒരു ഹൊറിസോണ്ടൽ വരച്ചാൽ ആ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ ട്രജക്ടറിയിൽ ഏത് പോയിന്റിലാണോ മീറ്റ് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, the next point is point of projection. The point from which the projectile is projected into space is called point of projection. ഏത് പോയിന്റിൽ നിന്നുമാണോ നമ്മൾ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊജക്ടൈൽ മോഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. നെക്സ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഈ ഫിഗറിൽ
പോയിന്റ് O, ഈ പോയിന്റിൽ നിന്നുമാണ് നമ്മൾ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ പോയിന്റ് O is called the point of projection. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈൽ മോഷന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. O എന്ന പോയിന്റിൽ നിന്നുമാണ് നമ്മൾ ഈ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ O is called the point of projection. ഓക്കെ, then next U. നമ്മൾ ഈ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി ആണ് U ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, which is known as the velocity of projection. ഓക്കെ, നമ്മൾ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി ആണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ U. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ആൽഫ. എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണോ നമ്മൾ പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ആ ഇൻക്ലിനേഷനെയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ either A or alpha. Okay. Then next, OA is the horizontal range. Horizontal range എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ പ്രൊജക്ടൈലിന്റെ ട്രജക്ടറിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് A. So OA is known as the horizontal range. Then B എന്ന് പറയുന്നത് point at which the projectile strikes the ground. ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ബി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ പ്രൊജക്ടൈലിന്റെ ട്രജക്ടറിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ O ആണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, U വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, ആൽഫ ഓർ A is the angle of projection, OA ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്, OB ആണ് റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ, OB എന്ന കർവ്ഡ് പാർട്ട് ആണ് പ്രൊജക്ടൈലിന്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ത്രോൺ വെർട്ടിക്കലി ഇൻടു സ്പേസ്. നമ്മളൊരു പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് വെർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻസ് ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു പ്രൊജക്ടൈലിനെ വെർട്ടിക്കലി അപ്വേർഡ് ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ U. O എന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. O എന്ന പോയിന്റിൽ നിന്നും വിത്ത് വെലോസിറ്റി U നമ്മളൊരു പ്രൊജക്ടൈലിനെ സ്പേസിലോട്ട് വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്യുവാണ്. ശ്രദ്ധിക്കുക, നമ്മൾ വെർട്ടിക്കലി ആണ് പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ? Angle of projection alpha is equal to 90 degree. Then next, maximum height obtained by particle. അതായത് മാക്സിമം എത്ര ഹൈറ്റിലാണോ ഈ പ്രൊജക്ടൈൽ പ്രൊജക്റ്റഡ് ആവുന്നത് ആ ഹൈറ്റ് ആണ് h max, which is equal to u square by 2g. Okay, so maximum height എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല u square by 2g. Just by heart this formula. Then time to attain maximum height. Maximum height attain ചെയ്യാനുള്ള time എന്ന് പറയുന്നത് t1 is equal to u by g. Maximum height attain ചെയ്യാനുള്ള time t1 is equal to u by g. Then next, time of flight. Time of flight എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന സമയമാണ്. സോ ഇനിഷ്യലി ഓയിൽ നിന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത പാർട്ടിക്കിൾ മാക്സിമം ഹൈറ്റ് ആയ h മാക്സിലെത്തി തിരിച്ചു വരാനായിട്ട് എടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്യാപിറ്റൽ T is equal to u by g. മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തിന്റെ ഇരട്ടി ആയിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ T is equal to 2 into u by g. Then range of particle, as നമ്മൾ ഈ പാർട്ടിക്കിളിനെ പ്രൊജക്ടൈലിനെ വെർട്ടിക്കലി അപ്വേർഡ് ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ റേഞ്ച് എന്ന് പറയുന്നത്
0 ആയിരിക്കും. ഓക്കെ, എത്രയാണ് മോഷൻ ഓഫ് എ പ്രൊജക്ടർ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ഇൻ ടു സ്പേസ് അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്. ഓക്കെ, then next നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. നമ്മൾ ഒരു പ്രൊജക്ടൈലിനെ ഹൊറിസോണ്ടലി ആണ് സ്പേസിലോട്ട് ത്രോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്, വിച്ച് ഇസ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ദെൻ ഹൈറ്റ് ഓഫ് പ്രൊജക്ഷൻ h എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല g(t²/2) ആണ്, where t is the time. Then time of flight capital T is equal to 2h root of 2h/g. Then range of particle എന്ന് പറയുന്നത് velocity of projection into time of flight ആണ്, which is equal to u into root of 2h/g. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടലി ആണ് നമ്മൾ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അറിയേണ്ട ഫോർമുലാസ് ആണ്. ഇത്രയും ഫോർമുലാസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു ലെവൽഡ് ഗ്രൗണ്ടിൽ നിന്നും സർട്ടൻ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സർട്ടൻ ഫോർമുലാസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലെവൽ ഗ്രൗണ്ടിൽ നിന്നും ആൽഫ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u. സോ u ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും u കോസ് ആൽഫ, വെർട്ടിക്കൽ കമ്പോണന്റ് u സൈൻ ആൽഫ. ഈ പ്രൊജക്ടൈലിന്റെ ട്രജക്ടറിയിലെ റാൻഡം ആയിട്ട് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, p of xy. ഇനി ഈ പ്രൊജക്ടൈലിന്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ് h എന്ന് പറയുന്നത്. പ്രൊജക്ടൈൽ മോഷന്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ് h. h can be obtained by using the equation h is equal to u sin alpha into t minus half gt square. Let p of xy be the position of particle at time t seconds. Then x is equal to u cos alpha into t. x ന്റെ ഇക്വേഷനിൽ നിന്നും t is equal to x by u cos alpha. Then y യുടെ equation y is equal to u sin alpha into t minus half gt square. ഈ ഇക്വേഷനിൽ t ക്ക് പകരം ഫസ്റ്റ് ഇക്വേഷൻ ആയ x by u cos alpha സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി നമുക്ക് y യുടെ ഇക്വേഷൻ x tan alpha minus half gx square by u square cos square alpha എന്ന് വരും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പാരബോളയുടെ ഇക്വേഷൻ ആണ്, which means if നമ്മൾ ഒരു പ്രൊജക്ടൈലിനെ ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു certain degree inclined ആയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ the trajectory will be a parabola or the path traced by the projectile is a parabola. Okay, അപ്പോൾ അതാണ് നമുക്ക് ഈ കേസിൽ കിട്ടുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലെവൽ ഗ്രൗണ്ടിൽ നിന്നും certain degree inclined ആയിട്ട് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന കേസിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. സോ ഫസ്റ്റ് ഫോർമുല എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. ലെവൽ ഗ്രൗണ്ടിൽ നിന്നും ആൽഫ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് ഇസ് h max is equal to u square sin square alpha by 2g. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് h max is equal to u square sin square alpha by 2g. Next, expression for time to attain maximum height. Maximum height attain ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് t is equal to u sin alpha by g. Then next, time of flight. Time of flight എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുതൽ പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത് വരെയുള്ള സമയമാണ്. t is equal to 2u sin alpha by g. Next, expression for horizontal range r is equal to u square sin 2 alpha by g. അപ്പോൾ ലെവൽ ഗ്രൗണ്ടിൽ നിന്നും ആൽഫ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് h max is equal to u square sin square alpha by 2g.
Time to attain maximum height t is equal to u sin alpha by g. Time of flight capital T is equal to 2u sin alpha by g. Horizontal range r is equal to u square by g into sin 2 alpha. Okay. So next നമുക്കൊരു problem നോക്കാം. A pilot flying his bomber at a height of 1000 meter with uniform horizontal velocity of 30 meter per second wants to strike a target on the ground. At what distance from the target he should release the bomb? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പൈലറ്റ് ഒരു ബോംബർ ഫ്ലൈ ചെയ്യാണ്. അവരുടെ കറന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് h 1000 മീറ്റർ ആണ്. യൂണിഫോം ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബോംബർ ഒരു ബോംബ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് മുതൽ ആ ബോംബ് ടാർഗറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് വരെയുള്ള ഹൊറിസോണ്ടൽ റേഞ്ച് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്, ഈ കേസിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം u into t, where u is the velocity of projection and t is the time of flight. So first u ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. Time of flight t can be determined by using the formula root of 2h by g. h known ആണ്, g known ആണ്. Substitute ചെയ്യുക. First find the time of flight. Time of flight കിട്ടിക്കഴിഞ്ഞാൽ horizontal range is equal to u into t. ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി നമുക്ക് horizontal range 428.4 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. താങ്ക് യു.